ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ത ജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വെളിയം അഞ്ചുമൂർത്തി മഹാക്ഷേത്രത്തിലെ മഹാശിവരാത്രി ദേശീയ മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീപാദം അവതരിപ്പിക്കുന്ന നൃത്ത അരങ്ങേറ്റത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. തിരുമഹോത്സവത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കിയ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ പ്രോഗ്രാം ആസ്വദിക്കുവാനെത്തിയ കലാസ്വാദകർക്കും നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഏവരുടെയും സ്നേഹം നിറഞ്ഞ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയായി. సుఖలోన పొరలీన బుడుత భక్తికి రవుగాయి సుఖలోన పొరలీన బుడుత భక్తికి రవుగాయి సుఖలోన పొరలీన ఉడుత భక్తికి కరుణించి బ్రోచిదివని నెరలం ఇది నీ తండ్రి పలుకే బంగారమగన్న బ్రోచిదివని నరనమ్మితి నీ తండ్రి పలుకే బంగారమయన కోదండ పాణి పలుకే బంగారమయన. ഈ വേദിയിൽ ആദ്യമായി ചിലങ്കാണിയുന്നവർ മരുതമൺ പള്ളി പൂയപ്പള്ളി പുണർദം വിലാസത്തിൽ വിനോദ് കുമാർ അമ്പിളി വിനോദ് ദമ്പതികളുടെ മകൾ വർഷ വിനോദ്. നെല്ലിപ്പറമ്പ് പൂയപ്പള്ളിയിൽ ശ്രീകൃഷ്ണ വിലാസത്തിൽ എസ് മജേഷ് കുമാർ അനുജ അരവിന്ദിൻ്റെയും മകൾ വൈഗ മജേഷ്. ഓടനാവട്ടം കളപ്പില കിഴക്കേ ചുട്ടറ വീട്ടിൽ ആർ നൈജുവിൻ്റെയും പ്രതീക്ഷയുടെയും മകൾ നക്ഷത്ര. തച്ചക്കോട് സരയു വിലാസത്തിൽ രജിയുടെയും സവിജയുടെയും മകൾ ശിവാനി സരയു. മൈലോട് ശരത് ഭവനിൽ എസ് ശരത്തിൻ്റെയും വിദ്യ എസ് നായരുടെയും മകൾ ക്ഷേത്ര എസ് നായർ. ഓടനാവട്ടം ചൈത്രം വിലാസത്തിൽ ആർ രാഗേഷിൻ്റെയും നിഷ രാഗേഷിൻ്റെയും മകൾ അഭിനയ എൻ. കൊല്ലം മയ്യനാട് നിതാഭവനിൽ ബിജു സുരേന്ദ്രൻ്റെയും ശ്യാമ ബിജുവിൻ്റെയും മകൾ നിത ബിജു. വെളിയം മാലയിൽ ജ്യോതി ഭവനിൽ എസ് അനിൽകുമാറിൻ്റെയും അശ്വതി എസ് ദമ്പതികളുടെ മകൾ ജാനകി അനിൽ. വെളിയം കോളനിയിൽ ഭാസ്കരവിലാസത്തിൽ ബി പ്രമോദിൻ്റെയും ലിജി കൃഷ്ണയുടെയും മകൾ ഹിമ തേജ പി. സിമാജി നായർ വെളിയം അഞ്ചുമൂർത്തി മഹാക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവവും പള്ളിവേട്ടയും
ഈ വരുന്ന ഫെബ്രുവരി 26 ബുധനാഴ്ച കൊണ്ടാടുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗീതാഞ്ജലിയുടെ ശ്രീപാദം സ്കൂൾ ഓഫ് ഡാൻസിലെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റവും നൃത്താർച്ചനയും അന്നേ ദിവസം അവിടെ നടക്കുന്നുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാനും എത്തുന്നുണ്ട്. എല്ലാവരെയും അവിടെ വെച്ച് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രീപാദം സ്കൂൾ ഓഫ് ഡാൻസിനും അന്ന് അരങ്ങേറ്റം കുറിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ എല്ലാമായ ഗീതാഞ്ജലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. என்ன தவம் செய்தனை என்ன தவம் செய்தனை யசோதா என்ன தவம் செய்தனை யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை. महागणपतिं 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 मनसा स्मरामि 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 महागणपतिं वसिष्ठवामदेवातिवन्दित महागणपतिं मनसा स्मरामि महागणपतिं वसिष्ठवामदेवातिवन्दित महागणपतिं गणपतिं महादेव
महाकाव्यनाटकादिप्रियं महाकाव्यनाटकादिप्रियं मूषिकवाहनमोदकप्रियं महाकाव्यनाटकादिप्रियं मूषिकवाहनमोदकप्रियं पप्पमगमरि सरि దని సపమగమ పాపని సరి గమ మరి సరి దని పమసని పమగమని పమరి గమరి రి స సాని పమరి స సమగమ మహాగణపతిం మనసా స్మరామి మహాగణపతిం వసిష్ఠవామదేవాదివందిత మహాగణపతిం 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 గణపతిం அலைபாயுதே கண்ணாயன் மனமிக அலைபாயுதே அலைபாயுதே கண்ணாயன் மனமிக அலைபாயுதே உன்னானந்த மோகன வேணுகானமதில் 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 அலைபாயுதே கண்ணா நிலை பெயராது சிலை போலவே நின்று 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 நேரமாவதறியாமலே மிக வினோதமான முரளிதரா நேரமாவதறியாமலே மிக வினோதமான முரளிதரா நேரமாவதறியாமலே மிக வினோதமான முரளிதர என் மனம் பாயுதே கண்ணாயன் மனமிக அலைபாயுதே உன்னானந்த மோகன வேணுகானமதில் அலைபாயுதே கண்ணா
പട്ടപ്പകൽ പോൽ എരിയുതേ തെളിந்த നിലവ് പട്ടപ്പകൽ പോൽ എരിയുതേ ദിക്കെ നോക്കി എന്നിരുപുരുവം എരിയും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. വെളിയം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം മഹാശിവരാത്രി ദിവസത്തോടനുബന്ധിച്ച് ശ്രീപാദം ഡാൻസ് സ്കൂളിലെ കുരുന്നുകൾ ഒരുക്കുന്ന നൃത്തവിസ്മയങ്ങളും അരങ്ങേറ്റ സന്ധ്യയുമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട സഹൃദയ കലാസ്നേഹികളോടും പ്രിയപ്പെട്ട ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളോടും ശ്രീപാദം ഡാൻസ് സ്കൂളിൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്കറിയാം, വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു ഗാനമേളയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. സമയപരിമിതിയുണ്ട്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെയും ശ്രീപാദം ഡാൻസ് സ്കൂളിൻ്റെ ഡയറക്ടർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗീതാഞ്ജലി ടീച്ചർ ആൻഡ് മകൻ കാർത്തിക് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഈ സ്കൂളിൻ്റെ അരങ്ങേറ്റ സുദിനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, ഒരു വിശേഷണങ്ങളും വേണ്ടാത്ത, ഓരോരുത്തർക്കും സുപരിചിതയായ സീമാജി നായരാണ്. സീമ ചേച്ചി വളരെ നേരത്തെ തന്നെ എത്തി. നിറഞ്ഞ കൈയടിയോടെ നമ്മുടെ സ്നേഹം സീമ ചേച്ചിക്ക് കൊടുക്കാം. സീമ ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, എനിക്ക് സ്ക്രിപ്റ്റിംഗ് വേണ്ട, ബാക്കി ഇവിടെ വരുന്ന ഗസ്റ്റുകളെ കുറിച്ച് അത്യാവശ്യം സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. വളരെ കേരളം കണ്ട ഏറ്റവും നല്ല കലാകുടുംബത്തിലെ അംഗമായ സീമ ചേച്ചി നേടാൻ ഇനി ഒരു അംഗീകാരവും ബാക്കിയില്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിലെല്ലാം ഉപരി നമ്മളേറെ ചേച്ചിയെ ചേർത്ത് പിടിക്കുന്നത് ചേച്ചിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് 2021 നേടിയ മദർ തെരേസ അവാർഡ്. നല്ലൊരു കയ്യടി. എവിടെ കണ്ണുനീരുണ്ടോ അവിടെയൊക്കെ ഇപ്പോഴും എൻ്റെ അടുത്തിരുന്ന് ഒരു സങ്കടം ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ചേച്ചിയെക്കുറിച്ച് 2 വരി പാടട്ടെ ഞാൻ. സന്തോഷം. ചേച്ചിയുടെ പ്രസൻസ് ആണ്. ചേച്ചി വളരെ നേരത്തെ തന്നെ എത്തി. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. അഞ്ചുമൂർത്തി ഈ നടയിൽ എനിക്ക് എത്താൻ സാധിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗീതാഞ്ജലിയുടെ ക്ഷണപ്രകാരമാണ്. ഇന്ന് മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മഹാദേവൻ്റെ ഈ നടയിൽ നിൽക്കുന്നത് തന്നെ ഒരു ജന്മപുണ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഗീതാഞ്ജലിയെ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിചയമല്ല. കൊച്ചിൻ സംഗമിത്രയിൽ ഞാൻ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അന്ന് ഗീതാഞ്ജലി KPCയിലെ ആർട്ടിസ്റ്റായിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. അവിടുന്ന് 25 വർഷമായി ഇതുപോലെ ശ്രീപാദം ഡാൻസ് സ്കൂളിൻ്റെ അമരത്തിരുന്ന് അത് തെളിയിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ബാക്ക് ബോണായിട്ട് ഇപ്പോൾ പ്രിയപ്പെട്ട മോൻ കാർത്തിക്കും ഉണ്ട്. അപ്പോൾ ഇത് ഭഗവാന്റെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ ശ്രീപാദം ഇനിയും എത്തട്ടെ. ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് നൃത്യാഞ്ജലി അവതരിപ്പിക്കുന്ന എല്ലാ മക്കൾക്കും ഈശ്വരൻ എല്ലാ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നവരുടെ എല്ലാവരുടെയും മുഖം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു വേദി, ഇങ്ങനൊരു എനിക്ക് നിൽക്കാൻ അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഗീതാഞ്ജലിയോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഈ നാട് ഗീതാഞ്ജലി ടീച്ചറിനെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സീമ ചേച്ചി ഗസ്റ്റുകൾ ഇന്നത്തെ അരങ്ങേറ്റ കുഞ്ഞുങ്ങളാണ്. നമുക്ക് അവരെയും രക്ഷകർത്താക്കളെയും എത്രയും പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് വിളിക്കാം. അരങ്ങേറ്റം കുറിക്കുന്നത് ഇന്ന് 9 മക്കളാണ്. അവരുടെ പേരൻസും ചേർന്ന് നിങ്ങളുടെ സഭാവന്ദനത്തിന് വേണ്ടി വരുന്നു. ആദ്യമായി വിളിക്കുന്നു തച്ചക്കോട് സരയൂ നിവാസി രജി ആൻഡ് സവിത ദമ്പതികളുടെ മകൾ ശിവാനി. ശിവാനി മോളും പേരൻസും വേദിയിലേക്ക് വരിക. എല്ലാവരും നമസ്കരിച്ചു. നല്ല കയ്യടി കൊടുക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ. അവരാദ്യമായിട്ടല്ലേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. അടുത്തതായി ഇന്ന് ഇവിടെ ഗുരുശ്രേഷ്ഠ പുരസ്കാര ടീച്ചറെ ഏൽപ്പിച്ച 3 മഹാനർത്തകികൾ വന്നിട്ടുണ്ട്. അവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രാഗം മാം ആൻഡ് ശ്രീദേവി ടീച്ചർ ആൻഡ് മഞ്ജു ടീച്ചർ വേദിയിലേക്ക് കടന്നു വരണം.
നെക്സ്റ്റ് അരങ്ങേറ്റം കുറിക്കുന്ന കുഞ്ഞ് മൈലോഡ് ശരത് ഭവനിൽ ശരത് വിദ്യാ ദമ്പതികളുടെ മകൾ ക്ഷേത്ര എസ് നായർ. ക്ഷേത്ര എസ് നായർ. നെക്സ്റ്റ് വൺ ഓടനാവട്ടം ചൈത്രത്തിൽ നിഷ രാകേഷ് ദമ്പതികളുടെ മകൾ അഭിനയ. അടുത്തതായി വെളിയം കോളനി ഭാസ്കര വിലാസത്തിൽ പ്രമോദ് ലിജി ദമ്പതികളുടെ മകൾ ഹിമ തേജ്. വെളിയം മാലയിൽ ജ്യോതി ഭവനിൽ അനിൽകുമാർ അശ്വതി ദമ്പതികളുടെ മകൾ ജാനകി അനിൽ. അടുത്തത് മിയണ്ണൂർ നിത ഭവനിൽ ബിജു സുരേന്ദ്രൻ ആൻഡ് ശ്യാമ ബിജു ദമ്പതി മകൾ നിത ബിജു. മരുതമൻ പള്ളി പുണർദത്തിൽ വിനോദ് കുമാർ അമ്പിളി വിനോദ് ദമ്പതി മകൾ വർഷ വിനോദ്. നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണ വിലാസത്തിൽ മജേഷ് കുമാർ അനുജ അരവിന്ദ് ദമ്പതി മകൾ വൈഗ മജേഷ്. നെക്സ്റ്റ് വൺ ഓടനാവട്ടം കളപ്പില്ല കിഴക്കേ ചുട്ടം വീട്ടിൽ നൈജു പ്രതീക്ഷ ദമ്പതി മകൾ നക്ഷത്ര. സീമ ചേച്ചി ഇങ്ങ് ഫ്രണ്ടിലേക്ക് വരണം. നമുക്ക് 1-2 സെഗ്മെന്റ് കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രീപാദം ഡാൻസ് സ്കൂൾ എല്ലാ വർഷവും ഗുരുശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. ഈ വർഷം വളരെ തിളക്കമാർന്ന കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് ഏറ്റവും മികച്ച 3 കലാകാരികൾക്കാണ് അവാർഡ്. ആദ്യമായി ഗുരുശ്രേഷ്ഠ പുരസ്കാരം ശ്രീപാദത്തിൻ്റെ ഏറ്റുവാങ്ങുന്നത് അഡ്വക്കേറ്റ് രാഘവ് അനൂപ്. ശ്രീദേവി നൃത്ത പരിശീലകയായി 17 വർഷത്തെ പാരമ്പര്യം. സ്കൂൾ യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിൽ ജഡ്ജിംഗ് പാനൽ അംഗം. ഭരതനാട്യത്തിൽ MA ബിരുദധാരിയാണ്. പത്തനംതിട്ട ജില്ലയിലെ ജുദം സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയായ ശ്രീമതി രാഗം അനൂപ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ്, ഓൾ കേരള മോനിഷ അവാർഡ് ഫോർ ഭരതനാട്യം എന്നിവ കരസ്ഥമാക്കിയ ഒരു അതുല്യ പ്രതിഭയാണ്. എറണാകുളം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന മാമിനെ കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യം PhD ചെയ്യുന്നു. ശ്രീപാദത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നു. സന്തോഷം. പൊന്നാട അണിയിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളാണ്. താങ്ക് യു മാം. അടുത്തതായി ആദരവ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ശ്രീദേവി ടീച്ചറാണ്. കൊല്ലം കടവൂരിൽ ശ്രീദേവി കലാക്ഷേത്ര എന്ന നൃത്ത വിദ്യാലയം കഴിഞ്ഞ 25 വർഷമായി നടത്തി വരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ കലാഭാരതി നടത്തിയ ഭരതനാട്യ ഡിപ്ലോമ ഹോൾഡറാണ്. ഇപ്പോൾ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ട്രസ്റ്റിന്റെ കീഴിൽ മോഹിനിയാട്ടത്തിൽ ഡിഗ്രിയും ഗുരു ഗോപിനാഥ് ട്രസ്റ്റിന്റെ കീഴിൽ കേരള നടനത്തിൽ ഡിപ്ലോമയും ചെയ്തു വരുന്നു. 25 വർഷമായി നൃത്തരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീദേവി ടീച്ചറിനെ ശ്രീപാദം ഏറ്റവും ആദരവോടെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അടുത്തതായി ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി RLV മഞ്ജുലക്ഷ്മി. 28 വർഷമായി നൃത്തവേദികളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീമതി RLV മഞ്ജുലക്ഷ്മി തൃപ്പൂണിത്തറ RLV കോളേജിൽ നിന്നും ഭരതനാട്യത്തിൽ ഡിഗ്രിയും ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്ദ ബിരുദവും നേടിയ കലാകാരിയാണ്. നിരവധി വേദികളിൽ നൃത്ത പരിപാടികൾ നടത്തിയിട്ടുള്ള മഞ്ജു ടീച്ചർ ജഡ്ജിംഗ് പാനൽ അംഗം കൂടിയാണ്. കൂടാതെ സ്കൂൾ
യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും ജഡ്ജിംഗ് അംഗമാണ്. ശ്രീപാദം ഡാൻസ് സ്കൂൾ ഏറ്റവും ആദരവോടെ RME മഞ്ജുലക്ഷ്മി ടീച്ചറിന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തതായി ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ശ്രീപാദത്തിൻ്റെ സ്നേഹ സമ്മാനം നൽകുന്നതിന് വേണ്ടി സീമ ചേച്ചിയെ ക്ഷണിക്കുന്നു. സീമ ചേച്ചി ഫ്രണ്ടിലോട്ട് വരും. എല്ലാവർക്കും നമസ്കാരം. പുണ്യവേദിയിലെ എൻ്റെ പ്രിയ കൂട്ടുകാരി സീമ എത്തിയേക്കുകയാണ്. ഞാൻ വിളിച്ച ഉടനെ തന്നെ ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയമാണ്. യാതൊരു ജാടയില്ലാതെ ഈ അഭിനയ വേദിയിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ പൈസയും രോഗികൾക്കായിട്ട് ഒക്കെ നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിനുപരി ഒരുപാട് കാര്യങ്ങൾ സീമാജി നായരെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. കാരണം ഇപ്പോൾ ജീവിക്കുന്നത് പോലും കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളതാണ്. അന്നേരം ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു നല്ലൊരു വേദിയിൽ സീമയെപ്പോൾ നമ്മൾ വരിക എന്നുള്ള ഭാഗ്യമാണ്. ഇന്നത്തെ ദിവസം ഗുരുശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയ എൻ്റെ 3 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മഞ്ജു ടീച്ചർ, രാഗൻ ടീച്ചർ, പിന്നെ ശ്രീദേവി ടീച്ചർ, ഇവർ 3 പേരും പ്രഗത്ഭരായ ഗുരുക്കന്മാരാണ്. അവർക്ക് അർഹമായ ഒരു ഗുരുശ്രേഷ്ഠ പുരസ്കാരം തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പോൾ ഇവരെല്ലാവരും ഇവിടെ എത്തി. എല്ലാവരോടും നന്ദിയും സ്നേഹവും ഒക്കെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുടെ ആ ഒരു സ്നേഹവും സഹകരണവും കൊണ്ടാണ് ഇതുപോലെ ഇത്രയും നല്ലൊരു വേദിയിൽ ഇന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയത്. പിന്നെ നല്ലവരായ നാട്ടുകാരുടെ നല്ല സ്നേഹമായ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് 25 വർഷമായിട്ട് ഈ ശ്രീപാദം ഡാൻസ് സ്കൂൾ ഇങ്ങനെ പോകുന്നത്. ഓം ശ്രീ ഗുരുവേ നമഃ. വളരെ സന്തോഷമുണ്ട് അഞ്ചുമൂർത്തി ഭഗവാന്റെ മുമ്പിൽ നിൽക്കാനും അതുപോലെ തന്നെ ശ്രീപാദം നൃത്ത വിദ്യാലയത്തിൻ്റെ കുഞ്ഞു കുരുന്നുകളുടെ അരങ്ങേറ്റം കുറിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ 3 കലാകാരികളെ അംഗീകരിക്കാൻ കാട്ടിയ മനസ്സിനും ഒരുപാട് സന്തോഷം. എൻ്റെ സുഹൃത്തും അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപിക തന്നെയാണ് ഗീതാഞ്ജലി ടീച്ചറിൻ്റെ മകൻ കാർത്തിക്. അവർ 2 പേരും വളരെ ചിട്ടയോടെ നൃത്തം അഭ്യസിപ്പിച്ച് കുട്ടികളെ ഈ കലാ ലോകത്തേക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നത് വളരെ അനുഗ്രഹമായി തന്നെ കാണുന്നു. കുഞ്ഞുങ്ങൾക്കും വളരെ അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നല്ല ഗുരുക്കന്മാരെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും നന്മകൾ, നല്ല വഴികൾ വരുമ്പോൾ മാത്രമാണ് അത് നന്നായി സമൂഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ അരങ്ങേറ്റമാണ്. അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ ഒരിക്കലും നൃത്തം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. നമ്മൾ നൃത്ത ലോകത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഇത്. ഇനിയും ഈ ലോകത്ത് നന്മകൾ പകരാൻ കലയിലൂടെ ഈ കുരുന്നുകൾക്ക് സാധിക്കട്ടെ എന്ന് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിനേത്രിയായ സീമ ചേച്ചിയിൽ നിന്ന് ഈ ഒരു അംഗീകാരം എനിക്ക് ലഭിക്കാൻ വഴിവെക്കിയ ഈ ഒരു
മെമ്പേഴ്സിനോട് എല്ലാവരോടും എല്ലാവിധ ഭാവുകളും പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും നന്മകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആശംസകളും അനുഗ്രഹവും എപ്പോഴും ഞങ്ങളെപ്പോലുള്ള കലാകാരുടെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. नमामि शमीशान निर्वाणरूपम् विभुं व्यापकं ब्रह्मवेदस्वरूपम् निजं निर्गुणं निर्विकल्पं निरीहम् चिदाकाशमाकाशवासं भजेऽहम् निराकारमोङ्कारमूलं तुरीयम् गिराज्ञानगोपीतमीशं गिरीशम् कयालं महाकालकालं कृपालुम् गुणागारसंसारपारं नतो तुषारात्रिसङ्काशगौरं गभीरम् मनोभूतकोटिप्रभाश्रीशरीरम् स्फुरन्मौलिकल्लोलिनी चारुगङ्गा लसद्भालबालेन्दुकण्ठे भुजङ्गा चलत्कुण्डलं भ्रूसुनेत्रं विशालम् प्रसन्नाननं नीलकण्ठं दयालम् मृगाधीशचर्माम्बरं मुण्डमालम् प्रियं शङ्कर തൊഴിലുണരൂ ഉണരൂ ഗണനാഥ നീ തുണയരുളൂ അശുഭങ്ങൾ അകന്നീടാ പണിയുന്നേ തൃപ്പാദം
താം ജന്നു താം ജന്നു താം തത യം ത ദിംഗിളകം തത യം ത ദിംഗിളകം തത യം ത ദിംഗിളകം സരവണ ഭവ ഭുവൻ അഴകൻ അഴകൻ അഴകൻ